നമ്മുടെ ഭൂമിയിൽ നിന്നും 100 കണക്കിന് കോടി കിലോമീറ്ററുകൾക്കകലെ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനുമപ്പുറം സൗരയൂഥത്തിന്റെ തണുത്തുറഞ്ഞ അന്ധകാരം നിറഞ്ഞ അതിരിൽ മനോഹരമായ ഒരു ലോകമുണ്ട്. അതാണ് പ്ലൂട്ടോ. പതിറ്റാണ്ടുകളോളം കാലം ഇതിനെ ഏകാന്തമായ ഒരു ഗ്രഹമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ പ്ലൂട്ടോ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കായിരുന്നില്ല. ഒരു ഉപഗ്രഹം എങ്ങനെയായിരിക്കണം എന്നതിന്റെ നിർവചനത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ വളരെ ഭീമാകാരവും വിചിത്രവുമായ ഒരു കൂട്ടുകാരൻ പ്ലൂട്ടോയ്ക്കുണ്ട്. അതാണ് ഷാരോൺ. ഗ്രഹങ്ങളെ അനുസരണയോടെ ചുറ്റുന്ന സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഷാരോൺ. പ്ലൂട്ടോയ്ക്ക് ചുറ്റും വലം വയ്ക്കേണ്ടതിന് പകരം പ്ലൂട്ടോയുമായി ഷാരോൺ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് വടംവലി നടത്തുകയാണ് ചെയ്യുന്നത്. ആഴത്തിൽ നോക്കുന്തോറും കൂടുതൽ വിചിത്രമായി തോന്നുന്ന അസ്വാഭാവികമായ ഒരു ലോകമാണ് ഷാരോൺ. ഇത് പ്ലൂട്ടോയിൽ നിന്നും പദാർത്ഥങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട്. ഭൂമിയിലെ ഗ്രാൻഡ് കാനിയോൺ വെറും ഒരു പോറൽ മാത്രമാണെന്ന് തോന്നിക്കും വിധത്തിൽ ഷാരോന്റെ ഉപരിതലത്തിൽ ബ്രഹ്മാണ്ഡമായ വിള്ളലുകളുണ്ട്. തിളയ്ക്കുന്ന മാഗ്മയ്ക്ക് പകരം ഇവിടുത്തെ വോൾക്കാനോയിൽ നിന്നും വമിക്കുന്നത് ഐസാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ പോലും ഐസ് കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ വളരെ വിസ്മയാവഹമായ ഒരു ലോകം. ഷാരോണിൽ മറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും ഓർബിറ്റ്സിൽ എന്തോ ക്രമക്കേടുകൾ ഉള്ളതായിട്ട് അന്നത്തെ ചില ശാസ്ത്രജ്ഞർ ശ്രദ്ധിച്ചു. അത് അജ്ഞാതമായ ഏതോ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്നതായിരിക്കുമെന്നാണ് അവര് കരുതിയത്. അങ്ങനെ അവര് അതിനുവേണ്ടി തിരച്ചിൽ നടത്താൻ തുടങ്ങി. അനന്തരഫലമായി ഒടുവിൽ 1930-ൽ ക്ലൈഡ് ടോംബാവ് എന്നൊരു അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞൻ വളരെ കഠിനമായ പ്രയത്നത്തിലൂടെ അജ്ഞാതമായ ആ ഗ്രഹത്തെ കണ്ടെത്തി. സൗരയൂഥത്തിന്റെ അതിരിലൂടെ സഞ്ചരിക്കുന്ന ഒരു മങ്ങിയ ലോകം, അതാണ് പ്ലൂട്ടോ. പ്ലൂട്ടോയുടെ കണ്ടെത്തൽ അന്ന് ശാസ്ത്രലോകത്തിന് വളരെ വലിയൊരു നേട്ടമായിരുന്നു. 9ാമത്തെ ഗ്രഹമായിട്ടാണ് അന്ന് പ്ലൂട്ടോയെ പരിഗണിച്ചിരുന്നത് പോലും. ശാസ്ത്രലോകത്തിന് പുറമെ പൊതുജനങ്ങളുടെ മനസ്സിൽ പോലും പ്ലൂട്ടോയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ പിന്നീടുള്ള നിരീക്ഷണങ്ങളിലൂടെ പ്ലൂട്ടോ വളരെ ചെറിയൊരു ഗ്രഹമാണെന്ന് കണ്ടെത്തി. ഇതിന് ഏതാണ്ട് വെറും 2377 കിലോമീറ്റർ വ്യാസമേ ഉള്ളൂ. അതായത് നമ്മുടെ ചന്ദ്രനേക്കാൾ ചെറുതാണിത്. ഇത്രയും ചെറിയൊരു ലോകത്തിന് എന്തായാലും യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും ഓർബിറ്റ്സിനെ ഒന്നും സ്വാധീനിക്കാൻ കഴിയില്ല. അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. യഥാർത്ഥത്തിൽ യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും ഓർബിറ്റ്സിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. എന്തായാലും 1970കളായപ്പോഴേക്കും ടെലിസ്കോപ്സ് ഒക്കെ ഒരുപാട് മെച്ചപ്പെട്ടു. അങ്ങനെ ജ്യോതിശാസ്ത്രജ്ഞര് പ്ലൂട്ടോയെ വളരെ സമഗ്രമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അതിലൊരാളായിരുന്നു ജെയിംസ് ക്രിസ്റ്റി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവൽ ഒബ്സർവേറ്ററിയിലാണ് ക്രിസ്റ്റി ജോലി ചെയ്തിരുന്നത്. 1978-ൽ അദ്ദേഹം പ്ലൂട്ടോയുടെ ചിത്രങ്ങളൊക്കെ പരിശോധിക്കുന്നതിനിടയിൽ വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. പ്ലൂട്ടോ എല്ലായ്പ്പോഴും റൗണ്ട് ആകൃതിയിലല്ല കാണപ്പെടുന്നത്. ചില ചിത്രങ്ങളിൽ അതിന്റെ ഒരു വശത്ത് ചെറിയൊരു മുഴ പോലെ എന്തോ ഉള്ളതായിട്ട് കാണാം. ചിത്രങ്ങൾ പകർത്തിയ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സിലെ തകരാറുകൾ, ക്യാമറയിലെ പൊടികൾ, ലെൻസിലെ പോറലുകൾ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ചിത്രങ്ങളിൽ ഇതുപോലെ വിചിത്രമായ വസ്തുക്കൾ കാണപ്പെടാറുണ്ട്. പ്ലൂട്ടോയുടെ ചിത്രങ്ങളിൽ മുഴ പോലെ കാണപ്പെടുന്നതും അതുപോലെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ആദ്യം അദ്ദേഹം കരുതിയത്. എന്നിരുന്നാലും സംശയം തോന്നി പഴയ ചിത്രങ്ങളും കൂടെ അദ്ദേഹം പരിശോധിച്ചു നോക്കി. അവയിലും ഇതേ മുഴ കാണാം. ചില ചിത്രങ്ങളിൽ ഈ മുഴയുടെ സ്ഥാനവും വ്യത്യസ്തമാണ്. ഈ സ്ഥാനം കൃത്യമായി ഒരു പാറ്റേൺ അനുസരിച്ചാണ് മാറുന്നത്. അപ്പോഴാണ് ക്രിസ്റ്റിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ മുഴ യഥാർത്ഥത്തിൽ പ്ലൂട്ടോയ്ക്ക് ചുറ്റും വലം വയ്ക്കുന്ന എന്തോ ഒരു വസ്തുവാണ്. അതായത് പ്ലൂട്ടോയുടെ ഒരു ഉപഗ്രഹമാണ്. തുടർന്ന് നടത്തിയ നിരീക്ഷണങ്ങളിലൂടെ പ്ലൂട്ടോയ്ക്ക് ഇങ്ങനൊരു ഉപഗ്രഹം ശരിക്കുമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒടുവിൽ 1978 ജൂൺ 22-ന് ഈ കണ്ടെത്തൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തന്റെ ഭാര്യയുടെ പേരും പിന്നെ ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു കഥാപാത്രത്തിന്റെ പേരും ചേർത്ത് ക്രിസ്റ്റി ഈ ഉപഗ്രഹത്തിന് ഷാരോൺ എന്ന് പേര് നൽകി. ഷാരോൺ വളരെ സാധാരണമായ ഒരു ഉപഗ്രഹമായിരിക്കുമെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. എന്നാൽ യാഥാർത്ഥ്യം നേരെ വിപരീതമായിരുന്നു. പൊതുവെ ഉപഗ്രഹങ്ങൾ എന്നത് അവ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളെക്കാൾ വളരെ ചെറുതായിരിക്കും. ചെറുതെന്ന് വെച്ചാൽ ഗ്രഹവും ഉപഗ്രഹവും തമ്മിലുള്ള വലിപ്പത്തിന്റെ റേഷ്യോ നോക്കുമ്പോൾ സൗരയൂഥത്തിലെ ഏകദേശം എല്ലാ ഉപഗ്രഹങ്ങൾക്കും അവയുടെ ഗ്രഹങ്ങളുടെ വെറും 0.3 മുതൽ 5.5% വലിപ്പമേ ഉള്ളൂ. ഈ രീതിയിൽ നോക്കിയാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമുള്ള ഗ്രഹം നമ്മുടെ ഭൂമിയാണ്. എന്തെന്നാൽ ചന്ദ്രന് ഭൂമിയുടെ 27% കൂടുതൽ വലിപ്പമുണ്ട്. എന്നാൽ ഷാരോന്റെ കാര്യം ഇതിനേക്കാൾ തീവ്രമാണ്. ഷാരോണിന് ഏതാണ്ട് 1212 കിലോമീറ്റർ വ്യാസമുണ്ട്. അതായത് പ്ലൂട്ടോയുടെ പകുതിയിൽ കൂടുതൽ വലിപ്പം. ഇത്രയും വലിപ്പമുള്ളതിനാൽ ഷാരോൺ യഥാർത്ഥത്തിൽ കൃത്യമായും പ്ലൂട്ടോയുടെ ഉപഗ്രഹമായിട്ടല്ല നിലനിൽക്കുന്നത്. എന്തെന്നാൽ സാധാരണഗതിയിൽ ഉപഗ്രഹങ്ങളുടെ വലിപ്പം തീരെ ചെറുതായതിനാൽ അവയുടെ ഗുരുത്വാകർഷണ ബലം അവയുടെ ഗ്രഹത്തിൽ കാര്യമായിട്ട് അനുഭവപ്പെടില്ല.
എന്നാൽ ഷാരോൺ അങ്ങനെയല്ല. ഷാരോന്റെ ഗ്രാവിറ്റി വളരെ ശക്തമായിട്ട് പ്ലൂട്ടോയെ പിടിച്ച് വലിക്കുന്നുണ്ട്. അത് കാരണം ഷാരോൺ പ്ലൂട്ടോയെ വലം വെക്കുന്നതിന് പകരം ഷാരോണും പ്ലൂട്ടോയും അവയ്ക്കിടയിലുള്ള ബാരി സെന്ററിന് ചുറ്റുമാണ് വലം വെക്കുന്നത്. രണ്ട് വസ്തുക്കൾക്കിടയിൽ അവയുടെ ഗ്രാവിറ്റി തമ്മിൽ ബാലൻസ് ചെയ്യപ്പെടുന്ന ഒരു പൊതുവായ പോയിന്റ് ഉണ്ടായിരിക്കും. ഈ പോയിന്റിനെയാണ് ബാരി സെന്റർ എന്ന് പറയുന്നത്. പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 1000 കിലോമീറ്റർ അകലെയും ഷാരോന്റെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 17,000 കിലോമീറ്റർ അകലെയുമാണ് ഈ ബാരി സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കാരണത്താൽ വെറും ഉപഗ്രഹമായിട്ട് പരിഗണിക്കുന്നതിന് പകരം പ്ലൂട്ടോയെയും ഷാരോണിനെയും ഒരു ബൈനറി ഡ്വാർഫ് പ്ലാനറ്റ് സിസ്റ്റമായിട്ട് പരിഗണിക്കണമെന്നാണ് നിലവിൽ നിരവധി ജ്യോതിശാസ്ത്രജ്ഞർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഷാരോന്റെ ഈ വലിപ്പം ശരിക്കും അത്ഭുതാവഹമാണ്. ഗ്രഹത്തിനെ അപേക്ഷിച്ച് ഇത്രയേറെ വലിപ്പമുള്ള ഒരു ഉപഗ്രഹം എന്തായാലും സാധാരണ രീതിയിൽ, അതായത് പ്ലൂട്ടോയ്ക്കൊപ്പം രൂപം കൊള്ളില്ല. കാരണം അങ്ങനെ രൂപം കൊള്ളുമ്പോൾ ലഭ്യമായ ഭൂരിപക്ഷം പദാർത്ഥങ്ങളെയും ഗ്രഹം ആദ്യമേ തന്നെ വലിച്ചെടുക്കും. പിന്നെ അവശേഷിക്കുന്ന വളരെ ചെറിയൊരു ശതമാനം പദാർത്ഥങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ സ്വാഭാവികമായും ഗ്രഹത്തിനെ അപേക്ഷിച്ച് തീരെ ചെറുതായിരിക്കും. അതുപോലെ സമീപം വന്ന ഷാരോണിനെ പ്ലൂട്ടോ വലിച്ചെടുത്തതുമായിരിക്കില്ല. എന്തെന്നാൽ അങ്ങനെ മറ്റൊരു വസ്തുവിനെ വലിച്ചെടുക്കുമ്പോൾ ആ വസ്തുവിന്റെ ഓർബിറ്റ് തീരെ എക്സെൻട്രിക് ആയി മാറും. എന്നാൽ ഷാരോന്റെയും പ്ലൂട്ടോയുടെയും ഓർബിറ്റ്സിന് ഏകദേശം കൃത്യമായ വൃത്താകൃതിയാണ്. അപ്പോൾ പിന്നെ ഷാരോൺ എങ്ങനെ രൂപം കൊണ്ടു? പതിറ്റാണ്ടുകളോളം ജ്യോതിശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു ചോദ്യമാണിത്. നിർഭാഗ്യവശാൽ ഇന്നും ഇതിന്റെ ഉത്തരം 100% കൃത്യതയോടെ നമുക്കറിയില്ല. എന്നിരുന്നാലും ഇതിന്റെ ഉത്ഭവത്തിന് പിന്നിൽ സമീപകാലത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ സിദ്ധാന്തമാണ് കിസ് ആൻഡ് ക്യാപ്ചർ. ഈ സിദ്ധാന്തം അനുസരിച്ച് ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുന്നേ, അതായത് സൗരയൂഥത്തിന്റെ ആരംഭകാലത്ത് ഷാരോൺ പ്ലൂട്ടോയിൽ വന്നിടിച്ചു. ആ കാലത്ത് നമ്മുടെ ഭൂമിയിലും മാഴ്സിന്റെ അത്ര വലിപ്പമുള്ള തിയ എന്നൊരു ഗ്രഹം വന്നിടിച്ചു. പക്ഷേ രണ്ട് വസ്തുക്കളുടെയും തീവ്രമായ ഗ്രാവിറ്റി കാരണം തിയ അതിവേഗത്തിലാണ് ഭൂമിയിൽ വന്നിടിച്ചത്. അതുകൊണ്ടാണ് തിയ പൂർണ്ണമായും തകർന്നത്. എന്നാൽ ഷാരോൺ താരതമ്യേന വളരെ ചെറിയ വേഗത്തിലാണ് പ്ലൂട്ടോയിൽ വന്നിടിച്ചത്. അതിനാൽ ഷാരോൺ പൂർണ്ണമായും നശിക്കുകയോ അല്ലെങ്കിൽ പ്ലൂട്ടോയുടെ ഉള്ളിലാവുകയോ ചെയ്തില്ല. പകരം അവ ഒരുമിച്ച് കൂടിച്ചേർന്ന് ഒരു സ്നോമാൻ ആകൃതിയിലായി മാറി. ഏതാണ്ട് വെറും 15 മണിക്കൂറുകളോളം നേരത്തേക്ക് മാത്രമാണ് ഇവ ഈ ആകൃതിയിൽ തന്നെ നിലനിന്നത്. ശേഷം ശക്തമായ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഇവ തമ്മിൽ പിരിയുകയും ഷാരോൺ അതിവേഗത്തിൽ പ്ലൂട്ടോയെ വലം വയ്ക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഷാരോൺ പ്ലൂട്ടോയുടെ ഉപഗ്രഹമായി മാറിയത്. ഈ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ വൻതോതിൽ ഐസും പാറകളും മറ്റു പദാർത്ഥങ്ങളുമൊക്കെ ബഹിരാകാശത്തിലേക്ക് പുറന്തള്ളപ്പെട്ടു. ഈ പദാർത്ഥങ്ങളിൽ നിന്നുമാണ് കാലക്രമേണ പ്ലൂട്ടോയുടെ ബാക്കി 4 ഉപഗ്രഹങ്ങളും ഉണ്ടായത്. ഇതാണ് കിസ് ആൻഡ് ക്യാപ്ചർ സിദ്ധാന്തം. ഈ സിദ്ധാന്തം ഷാരോണിനെ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. വെറും ഒരു സിദ്ധാന്തം എന്നതിലുപരി ഇതിനെ പിന്തുണയ്ക്കുന്ന നിരവധി സൂചനകളും നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഓർബിറ്റൽ പ്ലെയിനാണ് ഒന്നാമത്തെ സൂചന. അതായത് ഷാരോൺ ഉൾപ്പെടെ പ്ലൂട്ടോയുടെ 5 ഉപഗ്രഹങ്ങളും ഒരേ സമതലത്തിലൂടെയാണ് പ്ലൂട്ടോയെ വലം വയ്ക്കുന്നത്. വ്യത്യസ്തമായ രീതിയിൽ രൂപം കൊണ്ടവയായിരുന്നെങ്കിൽ ഇതെല്ലാം വ്യത്യസ്തമായ സമതലങ്ങളിലൂടെ ആയിരിക്കും വലം വയ്ക്കുന്നത്. രണ്ടാമത്തെ സൂചന എന്നത് ഈ 5 ഉപഗ്രഹങ്ങളുടെയും സമാനമായ ഉപരിതല പദാർത്ഥങ്ങളാണ്. 5 ഉപഗ്രഹങ്ങളും ഒരേ വസ്തുവിൽ നിന്നും തന്നെ രൂപം കൊണ്ടതായിരിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും കൂട്ടിയിടിച്ച ശേഷം ശക്തമായ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ടൈഡൽ ഫോഴ്സസും കാരണം ഷാരോൺ കാലക്രമേണ പ്ലൂട്ടോയിൽ നിന്നും അകന്നു. അകലുന്നതിനനുസരിച്ച് ഷാരോന്റെയും പ്ലൂട്ടോയുടെയും കറങ്ങുന്ന വേഗത കുറഞ്ഞുകൊണ്ടിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവ തമ്മിൽ ടൈഡലി ലോക്ക്ഡ് ആവുകയും ചെയ്തു. വെറും ടൈഡൽ ലോക്കിങ്ങിന് പകരം ഇവ മ്യൂച്വലി ടൈഡൽ ലോക്ക്ഡ് ആയി മാറി. എന്നുവെച്ചാൽ പ്ലൂട്ടോയും ഷാരോണും സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന വേഗതയും അവ പരസ്പരം വലം വയ്ക്കുന്ന വേഗതയും തുല്യമാണ്. അതിനാൽ ഷാരോണിൽ നിന്നാൽ എപ്പോഴും പ്ലൂട്ടോയുടെ ഒരേ മുഖം തന്നെ ആയിരിക്കും കാണുന്നത്. അതുപോലെ പ്ലൂട്ടോയിൽ നിൽക്കുമ്പോഴും ഷാരോന്റെ ഒരേ മുഖം തന്നെ എപ്പോഴും കാണും. ഷാരോന്റെ ആകാശത്തിൽ പ്ലൂട്ടോ എപ്പോഴും അനങ്ങാതെ തന്നെ ഫ്രീസായി നിൽക്കുന്നത് പോലെ തോന്നും. ഒരിക്കലും ഉദിക്കുകയുമില്ല, അസ്തമിക്കുകയുമില്ല. മറുവശത്തിൽ പോയാൽ ഒരിക്കലും പ്ലൂട്ടോയെ കാണാനും കഴിയില്ല. ഇതുപോലെ തന്നെയാണ് പ്ലൂട്ടോയിൽ നിന്ന് ഷാരോണിനെ നോക്കുന്ന അവസ്ഥയും. നിലവിൽ പ്ലൂട്ടോയിൽ നിന്നും ശരാശരി 19,640 കിലോമീറ്റേഴ്സ് അകലെയാണ് ഷാരോൺ. ഭൂമിയിലെ ഏകദേശം 6.5 ദിവസങ്ങൾ കൊണ്ടാണ് ഇവ ഒരു തവണ പരസ്പരം വലം വയ്ക്കുന്നത്. ഇവയുടെ സൂര്യന് ചുറ്റുമുള്ള ഓർബിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഷാരോണിനും പ്ലൂട്ടോയ്ക്കും 120 ഡിഗ്രി ചരിവുണ്ട്. അതിനാൽ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഇവ യഥാർത്ഥത്തിൽ ഉരുളുകയാണെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഷാരോണിനെ കണ്ടെത്തി ഏകദേശം 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഈ ഉപഗ്രഹത്തിനെ കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ആയിരുന്നു ആ കാലത്തിലെ ഏറ്റവും ശക്തമായ ടെലിസ്കോപ്പ്. പക്ഷേ ഇതിനു പോലും ഷാരോണിനെ വളരെ മങ്ങിയ രീതിയിലേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉപരിതലത്തിനെ കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല.
ഇതിന്റെ ഓർബിറ്റും വലിപ്പവും മാസും ഒക്കെ കൃത്യമായിട്ട് കണക്കുകൂട്ടാൻ പറ്റി. പക്ഷേ എന്നിട്ടും ഉപരിതലം നിഗൂഢമായിട്ട് തന്നെ അവശേഷിച്ചു. എന്നാൽ 2006 ജനുവരി 19 നാസ ന്യൂ ഹൊറൈസോൺസ് എന്നൊരു പേടകം വിക്ഷേപിച്ചു. ഇതുവരെ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ ബഹിരാകാശ പേടകങ്ങളിൽ ഒന്നാണിത്. പ്ലൂട്ടോയെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നതായിരുന്നു ഈ പേടകത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം. ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി അസിസ്റ്റ് ഉപയോഗിച്ച് ന്യൂ ഹൊറൈസോൺസ് അതിവേഗത്തിൽ പാഞ്ഞു. പക്ഷേ 72,000 km/h വേഗത്തിൽ സഞ്ചരിച്ചിട്ട് പോലും ഇത് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഏതാണ്ട് 10 വർഷങ്ങളെടുത്തു. ഒടുവിൽ ഏകദേശം 500 കോടി കിലോമീറ്റേഴ്സ് ദൂരം സഞ്ചരിച്ച ശേഷം 2015 ജൂലൈ 14 ന്യൂ ഹൊറൈസോൺസ് ഷാരോണിന് സമീപമെത്തി. ഷാരോന്റെ 100 കണക്കിന് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ ന്യൂ ഹൊറൈസോൺസിന് പകർത്താൻ പറ്റി. അവയിലൂടെ ആദ്യമായി ഷാരോന്റെ ഉപരിതലം ശാസ്ത്രജ്ഞർക്ക് കാണാൻ സാധിച്ചു. ഷാരോന്റെ ശരാശരി ഉപരിതല താപനില എന്നത് -220°C ആണ്. അതിനാൽ ഷാരോന്റെ ഉപരിതലം മുഴുവൻ പൂർണ്ണമായും തണുത്തുറഞ്ഞു കിടക്കുകയാണ്. ഉപരിതലത്തിലുടനീളം പാറക്കെട്ടുകളുടെയും വിള്ളലുകളുടെയും മലയിടുക്കുകളുടെയും ഭീമാകാരമായ ശൃംഖലകൾ വ്യാപിച്ചു കിടപ്പുണ്ട്. ഈ ശൃംഖലകളാണ് ഷാരോന്റെ ചിത്രങ്ങളിൽ ആദ്യം കാണപ്പെടുന്നത്. ഇതിൽ ഇക്വാറ്റോറിയൽ ടെക്ടോണിക് ബെൽറ്റ് എന്നൊരു ശൃംഖലയാണ് ഏറ്റവും വലുത്. ഇതിന് 1800 കിലോമീറ്റേഴ്സിൽ കൂടുതൽ നീളമുണ്ട്. അതായത് ഷാരോണിനെ ഏത് വശത്തിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ശൃംഖല കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഭൂമിയും മാർസും കഴിഞ്ഞാൽ പിന്നെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ റിഫ്റ്റ് സിസ്റ്റം ഇത് തന്നെയാണ്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ ക്ലിഫ് ഉള്ളതും ഷാരോന്റെ ഈ മലയിടുക്കുകളിലാണ്. ചില ക്ലിഫുകൾക്ക് 9 കിലോമീറ്റേഴ്സിൽ കൂടുതൽ ആഴമുണ്ട്. ഓർക്കുക, ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതത്തിന് പോലും ഇത്രയും ഉയരമില്ല. പക്ഷേ ടെക്ടോണിക് ചലനങ്ങളൊന്നുമില്ലാത്ത ഷാരോണിൽ എങ്ങനെയാണ് ഇത്രയും വലിയ മലയിടുക്കുകളും വിള്ളലുകളുമൊക്കെ ഉണ്ടായത്? സംഭവം, ഇന്ന് ഷാരോൺ പൂർണ്ണമായും തണുത്തുറഞ്ഞ ഒരു ലോകമാണ്. ഇതിന്റെ കോർ ഭാഗത്തിൽ പോലും ചൂടില്ല. എന്നാൽ രൂപം കൊണ്ട കാലത്തിൽ ഷാരോൺ വ്യത്യസ്തമായിരുന്നു. ആ സമയം ഷാരോന്റെ കോറിൽ നിരവധി റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഈ എലമെന്റ്സ് കോറിന് ചൂട് നൽകിയിരുന്നു. അതിനു പുറമെ പ്ലൂട്ടോയുമായുള്ള കൂട്ടിയിടിയും ഷാരോന്റെ കോറിനെ കൂടുതൽ ചൂടുള്ളതാക്കി മാറ്റി. ഇത് കാരണം ഷാരോന്റെ ഉള്ളിൽ കോറിന് ചുറ്റുമുള്ള ഐസ് മൊത്തം ഉരുകുകയും അങ്ങനെ ഷാരോന്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരുപാട് ആഴത്തിൽ വളരെ വലിയൊരു സമുദ്രം രൂപം കൊള്ളുകയും ചെയ്തു. എന്നാൽ 100 കണക്കിന് കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോറിലുള്ള റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഒക്കെ ഡീകേ ആയി. അതോടെ ചൂടും നഷ്ടമായി. വേണ്ടത്ര ചൂട് കിട്ടാതായപ്പോൾ ഉള്ളിലെ സമുദ്രം പൂർണ്ണമായും തണുത്തുറഞ്ഞ് ഐസായി മാറാൻ തുടങ്ങി. ജലം ഐസായി മാറുന്ന സമയം ഏതാണ്ട് 9% വികസിക്കും. അതിനാൽ ഭീമാകാരമായ ഈ ഭൂഗർഭ സമുദ്രം മരവിച്ചപ്പോൾ അതിന് കൂടുതൽ ഭൗതിക സ്ഥലം ആവശ്യമായി വന്നു. അങ്ങനെ വികസിച്ചതിന്റെ അനന്തരഫലമായി ഷാരോന്റെ ക്രസ്റ്റിൽ തീവ്രമായ ബാഹ്യ സമ്മർദ്ദമുണ്ടായി. അതായത് ഉള്ളിലെ മരവിച്ച സമുദ്രം വികസിച്ചപ്പോൾ അത് ക്രസ്റ്റിനെ പുറത്തോട്ട് തള്ളി. ക്രസ്റ്റ് ആണെങ്കിൽ ഓൾറെഡി തണുത്തുറഞ്ഞ അവസ്ഥയിലായിരുന്നതിനാൽ അതിന് കൂടുതൽ വികസിക്കാൻ സാധിച്ചില്ല. അതിനാൽ ഉള്ളിൽ നിന്ന് വരുന്ന സമ്മർദ്ദം താങ്ങാനാകാതെ ക്രസ്റ്റ് പൊട്ടി പിളർന്നു. അങ്ങനെയാണ് ഷാരോണിൽ ഈ ഭീമാകാരമായ റിഫ്റ്റ് സിസ്റ്റം ഉണ്ടായത്. ഈ വിള്ളലുകൾക്കും മലയിടുക്കുകൾക്കും പുറമെ ഷാരോന്റെ സതേൺ ഹെമിസ്ഫിയറിൽ വളരെ വലിയൊരു സമതല പ്രദേശവുമുണ്ട്. വൾക്കൻ പ്ലനീഷ്യ എന്നാണ് ഈ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേര്. ഷാരോന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൾക്കൻ പ്ലനീഷ്യ വളരെ സ്മൂത്ത് ആണ്. ക്രയോ വോൾക്കാനിസം എന്നൊരു പ്രതിഭാസമായിരിക്കും ഇതിന് പിന്നിലെ കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഭൂമിയിലെ വോൾക്കാനോകളിൽ നിന്നും പുറത്തു വരുന്നത് തീവ്രമായ ചൂടുള്ള ലാവയാണ്. എന്നാൽ അതിന് പകരം തണുത്തു മരവിച്ച ദ്രാവകങ്ങൾ പുറത്തു വരുന്ന പ്രതിഭാസമാണ് ക്രയോ വോൾക്കാനിസം. സൗരയൂഥത്തിലെ പല ഉപഗ്രഹങ്ങളിലും ഈ പ്രതിഭാസം കണ്ടിട്ടുണ്ട്. ക്രയോ വോൾക്കാനോ ഉണ്ടാകാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഇപ്പോഴും ക്രയോ വോൾക്കാനോ സംഭവിക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് വലിയ അണ്ടർഗ്രൗണ്ട് സമുദ്രമുണ്ടായിരിക്കും. ഈ ഉപഗ്രഹങ്ങൾ ഇവയുടെ ഗ്രഹങ്ങൾക്ക് ചുറ്റും വലമിക്കുന്നതിനിടയിൽ ഗ്രഹത്തിന്റെ വളരെ സമീപമെത്തുന്ന സമയം ഗ്രഹത്തിന്റെ ശക്തമായ ഗ്രാവിറ്റി ഉപഗ്രഹത്തിനെ പിടിച്ചു വലിക്കും. അപ്പോൾ ഉപഗ്രഹം ചെറിയ രീതിയിൽ വലിച്ചു നീട്ടപ്പെടും. ശേഷം അകലുമ്പോൾ തിരിച്ച് ഞെരിഞ്ഞമരുകയും ചെയ്യും. ഇങ്ങനെ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഈ ഉപഗ്രഹങ്ങളുടെ ഉള്ളിൽ വൻതോതിലുള്ള ഫ്രിക്ഷണൽ ഹീറ്റ് ഉണ്ടാകും. അതായത് നമ്മൾ കൈകൾ തമ്മിൽ ഉരസുമ്പോൾ ചൂടുണ്ടാകുന്നത് പോലെ. ഈ ചൂട് കാരണമാണ് ഇവയുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വലിയ സമുദ്രങ്ങൾ നിലനിൽക്കുന്നത്. ടൈഡൽ ഫ്രിക്ഷന് പുറമെ ഇത് കാരണം സമുദ്രത്തിൽ വളരെയധികം സമ്മർദ്ദവും അനുഭവപ്പെടും. ഒരു പരിധി കഴിയുമ്പോൾ ഈ സമ്മർദ്ദം ഉള്ളിലുള്ള തണുത്തുറഞ്ഞ ദ്രാവകങ്ങളെ പുറത്തു തള്ളും. ഇതാണ് ക്രയോ വോൾക്കാനോ. എന്നാൽ ഷാരോണിൽ ഇങ്ങനെ ആക്റ്റീവായ ക്രയോ വോൾക്കാനോ ഇല്ല. ഇതിൽ പണ്ട് ക്രയോ വോൾക്കാനോ ഉണ്ടായതും മറ്റൊരു രീതിയിലാണ്. ഏകദേശം 210 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഷാരോന്റെ അണ്ടർഗ്രൗണ്ട് സമുദ്രം പൂർണ്ണമായും ഫ്രീസ് ആയത്. ആ സമയം ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്ന സമ്മർദ്ദത്തിലൂടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന കുറച്ച് തണുത്ത ദ്രാവകങ്ങളും പുറത്തേക്ക് ഒഴുകി. ഇങ്ങനെയാണ് ഷാരോണിൽ ക്രയോ വോൾക്കാനോ ഉണ്ടായത്.
ഈ ക്രയോ വോൾക്കാനോയിലൂടെ പുറത്തേക്കൊഴുകിയ ദ്രാവകങ്ങൾ ഉപരിതലത്തിൽ വ്യാപിച്ചതുകൊണ്ടാണ് വൾക്കൻ പ്ലനീഷ്യ പ്രദേശമുണ്ടായത്. ഉപരിതലത്തിലുള്ള കുഴികളെയൊക്കെ ക്രയോ വോൾക്കാനോകൾ മൂടും. അതിനാൽ ഈ പ്രദേശത്തിൽ ഇപ്പോൾ ഉൽക്കകൾ വന്ന് പതിച്ചതിന്റെ പാടുകളൊന്നും അധികമില്ല. താരതമ്യേന വളരെ സ്മൂത്തായ ഉപരിതലമാണെങ്കിലും വൾക്കൻ പ്ലനീഷ്യയിൽ ഇടയ്ക്കിടയ്ക്ക് ഏകാന്തമായി നിൽക്കുന്ന കുറച്ച് വലിയ പർവ്വതങ്ങൾ കാണാം. ഈ പർവ്വതങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പൂർണ്ണമായും ഐസ് കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. സംഭവം പണ്ട് ഉപരിതലത്തിൽ വിള്ളൽ വീണപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന നിരവധി വലിയ ഐസ് കട്ടകളും മുകളിലേക്ക് ഉയർന്നു വന്നു. ശേഷം ക്രയോ വോൾക്കാനിസം കാരണം വൾക്കൻ പ്ലനീഷ്യ മുഴുവൻ സ്മൂത്തായി മാറി. എന്നാൽ മുകളിലേക്ക് ഉയർന്നു വന്ന ചില ഐസ് കട്ടകൾ വളരെ ഉയരം കൂടിയവയായിരുന്നു. വൾക്കൻ പ്ലനീഷ്യ മുഴുവൻ ക്രയോ വോൾക്കാനോയിൽ നിന്നുമുള്ള ദ്രാവകങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോഴും ഈ ഐസ് കട്ടകളുടെ ഏറ്റവും മുകളറ്റം അവശേഷിച്ചു. ഇവയാണ് ഇപ്പോൾ വലിയ പർവ്വതങ്ങൾ പോലെ കാണപ്പെടുന്നത്. തീവ്രമായ തണുപ്പ് കാരണം ഈ ഐസ് മലകളൊക്കെ ഇപ്പോഴും ഉരുകാതെ ഉരുക്ക് പോലെ നിൽക്കുകയാണ്. ഇനി സൗത്ത് പോളിൽ നിന്നും ഷാരോന്റെ നോർത്ത് പോളിലേക്ക് പോയാൽ അവിടെ വളരെ വിചിത്രമായ ഒരു പ്രതിഭാസം കാണാം. എന്താണെന്നാൽ ഇവിടെ കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു വലിയ പ്രദേശമുണ്ട്. പ്രത്യക്ഷത്തിൽ ആരോ ഷാരോന്റെ നോർത്ത് ഭാഗത്തിൽ ചുവന്ന പെയിന്റ് അടിച്ചതാണെന്ന് തോന്നും. മോർഡോർ മെക്യൂള എന്നാണ് ഈ ചുവന്ന പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇതാദ്യമായി കണ്ടപ്പോൾ ശാസ്ത്രജ്ഞർ അമ്പരന്നു. എന്തെന്നാൽ ഷാരോന്റെ മറ്റു ഭാഗങ്ങൾക്കെല്ലാം ഇരുണ്ട ഗ്രേ നിറമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി എങ്ങനെ മോർഡോർ മെക്യൂളയ്ക്ക് ഈ ചുവന്ന നിറം കിട്ടി? അതിന്റെ യഥാർത്ഥ കാരണം പ്ലൂട്ടോ ആണ്. സംഭവം പ്ലൂട്ടോയുടെ അന്തരീക്ഷത്തിൽ വൻതോതിൽ നൈട്രജനും മീഥേനുമുണ്ട്. പ്ലൂട്ടോയുടെ ഗ്രാവിറ്റി തീരെ ദുർബലമായതിനാൽ ഈ വാതകങ്ങൾ നിരന്തരമായി പ്ലൂട്ടോയിൽ നിന്നും ബഹിരാകാശത്തിലേക്ക് എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷാരോൺ വളരെ സമീപത്തായതിനാൽ പ്ലൂട്ടോയിൽ നിന്നും എസ്കേപ്പ് ആകുന്നതിൽ വളരെ ചെറിയൊരു ശതമാനം മീഥേനെ ഷാരോന്റെ ഗ്രാവിറ്റി വലിച്ചെടുക്കും. ഷാരോൺ ഒരു തവണ സൂര്യനെ ഓർബിറ്റ് ചെയ്യാൻ ഏതാണ്ട് 248 വർഷങ്ങളെടുക്കും. നേരത്തെ പറഞ്ഞ 120 ഡിഗ്രി ചരിവ് കാരണം ഈ ഓർബിറ്റിന്റെ പകുതിയോളം സമയവും, അതായത് 124 വർഷങ്ങളോളം കാലം ഷാരോന്റെ ഒരു ധ്രുവത്തിൽ പൂർണ്ണമായ ഇരുട്ടും മറ്റേ ധ്രുവത്തിൽ പകലുമായിരിക്കും. അടുത്ത 124 വർഷങ്ങൾ നേരെ തിരിച്ചുമായിരിക്കും. ഇരുട്ടിലാകുന്ന ധ്രുവത്തിൽ താപനില -258 ഡിഗ്രി സെൽഷ്യസ് വരെ താഴും, അതായത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിന് സമീപം. പ്ലൂട്ടോയിൽ നിന്നും വലിച്ചെടുത്ത മീഥൈൻ വാതകം ഈ തണുത്ത ധ്രുവത്തിലൂടെ കടന്നു പോകുന്ന സമയം ഏകദേശം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ തണുത്തുറഞ്ഞ് ഖരരൂപത്തിലായി മാറുകയും നേരെ ഉപരിതലത്തിൽ ചെന്ന് വീഴുകയും ചെയ്യും. ശേഷം അടുത്ത 124 വർഷക്കാലം ഈ ധ്രുവത്തിൽ പകലാകുമ്പോൾ തണുത്തുറഞ്ഞു കിടക്കുന്ന മീഥൈനിൽ കോസ്മിക് റേസും സൂര്യന്റെ UV റേസും ഒക്കെ വന്ന് പതിക്കും. അപ്പോൾ സംഭവിക്കുന്ന സങ്കീർണമായ കെമിക്കൽ റിയാക്ഷൻസ് കാരണം മീഥൈൻ മുഴുവൻ തോളിൻസ് എന്നൊരു തരം പദാർത്ഥങ്ങളായി മാറും. ഈ പദാർത്ഥങ്ങൾക്ക് ഇരുണ്ട ചുവപ്പ് നിറമാണ്. ഇവ കനം കൂടിയ പദാർത്ഥങ്ങളായതിനാൽ ഷാരോന്റെ അന്തരീക്ഷത്തിൽ നിന്നും എസ്കേപ്പ് ആകാതെ ധ്രുവങ്ങളിൽ തന്നെ അടിഞ്ഞുകൂടും. അങ്ങനെയാണ് കാലക്രമേണ നോർത്തിൽ കാണുന്ന ഈ ചുവന്ന പ്രദേശമുണ്ടായത്. ഇതുപോലെ സൗത്ത് പോളിലും ഒരു ചുവന്ന പ്രദേശം ഉണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത്. നിർഭാഗ്യവശാൽ സൗത്ത് പോളിനെ ഇതുവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ഷാരോണിൽ പകൽ സമയത്ത് പോലും നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. കാരണം ഷാരോണിന് അന്തരീക്ഷമില്ല. ഭൂമിയുടെ വെറും 3% ഉപരിതല ഗ്രാവിറ്റി മാത്രമേ ഷാരോണിനുള്ളൂ. ഭൂമിയിൽ 70 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യന് ഷാരോണിൽ വെറും 2 കിലോഗ്രാം ഭാരമേ ഉണ്ടായിരിക്കൂ. ഒരു ശരാശരി മനുഷ്യന് ഇവിടെ 60 അടിയോളം ഉയരത്തിൽ ചാടാൻ കഴിയും. ചെറുതായിട്ടൊന്ന് കുതിച്ചാൽ തന്നെ ഒരുപാട് ഉയരത്തിലെത്താം. ഓടുന്നതിന് പകരം ഇവിടെ നമുക്ക് പറക്കാൻ കഴിയും. ഷാരോന്റെ ഒരു വശത്ത് നിന്നാൽ എപ്പോഴും പ്ലൂട്ടോയെ കാണാം. നമ്മുടെ രാത്രി ആകാശത്തിൽ പൂർണ്ണ ചന്ദ്രനെ കാണുന്നതിന്റെ 15 മടങ്ങിൽ കൂടുതൽ വലിപ്പത്തിലായിരിക്കും ഷാരോണിൽ നിൽക്കുമ്പോൾ പ്ലൂട്ടോ കാണപ്പെടുന്നത്. ഇത് ശരിക്കും വിസ്മയാവഹമായ ഒരു കാഴ്ച തന്നെ ആയിരിക്കും.